പെരുന്നയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ രമേശ് ചെന്നിത്തല ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. മന്നം ജയന്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി രമേശ് ചെന്നിത്തല ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. വിവിധ സമുദായ സംഘടനകളുടെ പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് പെരുന്നാൾ NSSന്റെ ആസ്ഥാനത്തുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരെ ഒരുപക്ഷെ പോവുക മന്നത്തിന്റെ സമാധിയിലേക്കായിരിക്കും. മന്നത്തെ സമാധിയിൽ ഇപ്പോൾ G. സുകുമാരൻ നായരുണ്ട്. K. മുരളീധരൻ എത്തിയിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടി മന്നം സമാധിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ്. BD സതീശൻ NSSുമായും SNDPയുമായും അകന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല NSSന്റെ ആസ്ഥാനത്ത് പെരുന്നയിൽ ഇപ്പോൾ ഉദ്ഘാടനത്തിനായി എത്തിച്ചേരുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 11 വർഷത്തിനു ശേഷം പെരുന്നയിൽ NSS ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല എത്തുകയാണ്. താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ നിയമിക്കണം, മന്ത്രിയാക്കണം എന്നുള്ളതായിരുന്നു അന്ന് G. സുകുമാരൻ നായർ പറഞ്ഞിരുന്നത്. പക്ഷേ താക്കോൽ സ്ഥാനം എന്നുള്ള പ്രയോഗം തൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസിന് തിരിച്ചടിയാകുമെന്ന് ഭയന്ന് രമേശ് ചെന്നിത്തല അത് വിനയപൂർവ്വം നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം കൊടിക്കുന്നിൽ സുരേഷുണ്ട്. ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം കൊടിക്കുന്നിൽ സുരേഷും NSS ആസ്ഥാനത്തുണ്ട്. മന്നം ജയന്തി പരിപാടികളിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. KB ഗണേഷ് കുമാറും എത്തിയിട്ടുണ്ട്. KB ഗണേഷ് കുമാർ, രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർക്കൊപ്പമാണ് മന്നം സമാധിയിലേക്കാണ് യാത്ര. ഇപ്പോൾ നേരത്തെ G. സുകുമാരൻ നായർ മന്നം സമാധിയിലെത്തിയിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ G. സുകുമാരൻ നായരുടെ ആമുഖ പ്രസംഗത്തോടു കൂടി ചടങ്ങുകൾക്ക് തുടക്കമാകും. 148ാമത് മന്നം ജയന്തി ആഘോഷങ്ങളാണ് പെരുന്നയിൽ ഇപ്പോൾ നടക്കുന്നത്. വിവിധ കരയോഗങ്ങളിൽ നിന്നുള്ള NSSലെ അംഗങ്ങൾ ഇപ്പോൾ NSSന്റെ പ്രതിനിധി സമ്മേളനം ഇന്നലെയായിരുന്നു. ഇന്ന് ഈ പൊതുസമ്മേളനത്തിൽ മന്നത്ത് പത്മനാഭന്റെ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ 148ാം ജന്മദിനത്തിന്റെ ചടങ്ങിലേക്കാണ് ഇപ്പോൾ നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. റോഷി പാലുണ്ട്. റോഷി, ഇപ്പോൾ സമാധി സ്ഥലത്തേക്കാണോ പോകുന്നത്? ഇപ്പോൾ അവിടെ G. സുകുമാരൻ നായരുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുണ്ട്. മന്ത്രി KB ഗണേഷ് കുമാറുണ്ട്. ഒപ്പം കൊടിക്കുന്നിൽ സുരേഷും K. മുരളീധരനുമുണ്ട് അല്ലേ? ഡോക്ടർ അനിൽകുമാർ, ഇപ്പോൾ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടിയാണ് രമേശ് ചെന്നിത്തലയും ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി KB ഗണേഷ് കുമാർ അടക്കമുള്ളവർ വിശിഷ്ടാതിഥികൾ അവർ അങ്ങോട്ടേക്ക് എത്തുന്നു. അതിനുശേഷമാണ് ഉദ്ഘാടന വേദിയിലേക്ക് ഇവരൊക്കെ എത്തിച്ചേരുക. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഇവിടെ മന്നം സമാധിയിൽ ഉണ്ടായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ NSS കരയോഗം പ്രവർത്തകരൊക്കെ അവിടെ പുഷ്പാർച്ചന നടത്തിയാണ് ഈ പൊതുസമ്മേളന ഹാളിലേക്ക് കടക്കുന്നത്. വലിയ ജനക്കൂട്ടമാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പുഷ്പാർച്ചന കഴിഞ്ഞ് നേരെ രമേശ് ചെന്നിത്തല അടക്കം ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികൾ വേദിയിലേക്ക് എത്തും. പിന്നാലെ ഈ പൊതുസമ്മേളനം തുടങ്ങും. ജനറൽ സെക്രട്ടറിയുടെ ആമുഖ പ്രഭാഷണമാണ് ഏറ്റവും പ്രധാനമായും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. അതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയുടെ ഉദ്ഘാടന പ്രസംഗമുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പുഷ്പാർച്ചനയാണ്. പുഷ്പാർച്ചനയ്ക്ക് പിന്നാലെ തന്നെ പൊതുസമ്മേളനം തുടങ്ങുകയും ചെയ്യും. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഈ രമേശ് ചെന്നിത്തല 11 വർഷത്തിന് ശേഷം NSS ആസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായ മന്നം ജയന്തി ആഘോഷത്തിന്റെ ഉദ്ഘാടകനായി എത്തുമ്പോൾ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ, കോൺഗ്രസിലുണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ, പ്രത്യേകിച്ച് തുടർച്ചയായി സമുദായ സംഘടനകളുടെ വേദികളിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നു. രമേശ് ചെന്നിത്തല കോൺഗ്രസിനകത്തും UDFനകത്തും സമുദായ സംഘടനകളുടെ പിന്തുണയോടെ കരുത്തരാകുന്ന ഒരു കാഴ്ച. ഒരു വർഷത്തിനപ്പുറത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് ലക്ഷ്യമിട്ട് കോൺഗ്രസ് കൂടുതൽ സംഘടിതമായി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് ഇതിൽ എത്രയോ ആളുകളാണ് ഇത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NSS കരയോഗത്തിന്റെ പ്രവർത്തകരൊക്കെ ഇങ്ങ് പെരുന്നയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. വലിയ ജനക്കൂട്ടമാണ്. രാവിലെ ഞങ്ങൾ ഏതാണ്ട് 6:30 തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയം മുതൽ തന്നെ ഇവിടെ ഈ പെരുന്നയിലേക്ക് NSS കരയോഗത്തിന്റെ പ്രവർത്തകരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരൊക്കെ പുഷ്പാർച്ചന നടത്താൻ ഇവിടെ നീണ്ട നിരയാണ്. അവർ കാത്തിരിക്കുകയാണ് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ. അതിന് പിന്നാലെ എല്ലാവരും പൊതുസമ്മേളന വേദിയിലേക്ക് മടങ്ങും. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും
വിശിഷ്ടാതിഥികളും കൊടിക്കുന്നിൽ സുരേഷുണ്ട്, ഒപ്പം മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ, മന്ത്രി KB ഗണേഷ് കുമാർ, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ ഇന്ന് പെരുന്നയിൽ എത്തിയിരുന്നു. ഇവരൊക്കെ പുഷ്പാർച്ചന നടത്തി മടങ്ങുകയായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും PK കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ, രാവിലെ മന്ത്രി കടന്നപ്പള്ളി ഉണ്ടായിരുന്നു. പുഷ്പാർച്ചന നടത്തി കരയോഗ പ്രവർത്തകരൊക്കെ ഇതുവഴിയാണ് പുറത്തേക്ക് വരുന്നത്. ഇവരൊക്കെ ഇനി പൊതുസമ്മേളന വേദിയിലേക്ക് പോകും. ഇതിലേക്ക് എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നത്തെ G സുകുമാരൻ നായരുടെ NSS ജനറൽ സെക്രട്ടറിയുടെ ആമുഖ പ്രഭാഷണമാണ്. കഴിഞ്ഞ ഓരോ പൊതുസമ്മേളനത്തിലും ഈ മന്നം ജയന്തി സമ്മേളനത്തിലും G സുകുമാരൻ നായരുടെ പ്രസംഗം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ചില പരാമർശങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഈ തവണ കോൺഗ്രസിൽ അല്ലെങ്കിൽ UDFൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പരാമർശങ്ങൾ G സുകുമാരൻ നായരുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഈ രമേശ് ചെന്നിത്തല 11 വർഷത്തെ ഒരു പിണക്കം, അന്ന് താക്കോൽ സ്ഥാനം പരാമർശവുമായി ബന്ധപ്പെട്ട് അത് തള്ളിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പിണക്കമാണ്. അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ അതിന്റെ ഒരു കാരണം, എങ്ങനെയാണ് ആ ഒരു പിണക്കം അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തല ഇവിടേക്ക് ക്ഷണിച്ചതിനെയൊക്കെ കാരണം ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളൊക്കെ ഒരുപക്ഷെ G സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. പ്രസംഗത്തിൽ ആ പരാമർശങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രസംഗത്തിന് ശേഷം വരുന്ന രമേശ് ചെന്നിത്തലയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ G സുകുമാരൻ നായരുടെ പ്രസംഗത്തിന് പിന്നാലെയുള്ള പ്രസംഗമായതുകൊണ്ട് അതിനോട് ചേർന്നുള്ള പരാമർശങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്തയുടെ വേദിയിലെത്തിയ രമേശ് ചെന്നിത്തല അങ്ങനെ ഓരോ സമുദായ സംഘടനകളുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് നേരെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അടുക്കുന്നതാണോ എന്ന രാഷ്ട്രീയ കേരളത്തിന്റെ വിലയിരുത്തലുകൾ ഒരു ഭാഗത്തുണ്ട്. എന്താണ് ആ നീക്കത്തിന് പിന്നിൽ എന്ന് വ്യക്തമല്ല. കാരണം കഴിഞ്ഞ 4 വർഷം ഇത്തരത്തിൽ ഒരു നീക്കങ്ങളും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം അരിപ്പയിലെ സമരഭൂമിയിലേക്ക് കൂടി രമേശ് ചെന്നിത്തല പോകുന്നുണ്ട്. നിയമസഭാ സമ്മേളനം 17 തുടങ്ങുകയാണ്. നിയമസഭയിലേക്ക് അരിപ്പയിലെ ഏതാണ്ട് 10 വർഷത്തിലേറെയായി നടക്കുന്ന ആ ദളിത് സമരം എത്തിക്കാനുള്ള ഒരു ശ്രമം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ രമേശ് ചെന്നിത്തല നടത്തുന്നു ഒരു ഭാഗത്ത്. അതിനിടയിലാണ് പെരുന്നയിൽ മന്നം ജയന്തി ദിനാചരണത്തിന്റെ ഉദ്ഘാടനത്തിന് രമേശ് ചെന്നിത്തല ഈ വേദിയിലേക്ക് എത്തുന്നത്. പുഷ്പാർച്ചന കഴിഞ്ഞ് രമേശ് ചെന്നിത്തല അടക്കമുള്ള വിശിഷ്ടാതിഥികൾ ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം തന്നെ ഇനി മന്നം ജയന്തി ആഘോഷത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേരും. തൊട്ടുപിന്നാലെ ചില പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും. ആമുഖ പ്രസംഗം G സുകുമാരൻ നായർ നടത്തും. തൊട്ടുപിന്നാലെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് രമേശ് ചെന്നിത്തല ഇന്ന് ഇവിടെ എത്തിയപ്പോൾ ഗസ്റ്റ് ഹൌസിലായിരുന്നു രമേശ് ചെന്നിത്തല. G സുകുമാരൻ നായർ മന്നം ജയന്തി ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. ഉദ്ഘാടനത്തിനായി രമേശ് ചെന്നിത്തല എത്തുന്നു. NSS നേതൃത്വവുമായി രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായിരുന്ന പിണക്കം 11 വർഷങ്ങൾക്ക് ശേഷം ഇല്ലാതാകുന്നു എന്നിടത്താണ് ഇതിൽ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നേരത്തെ ശശി തരൂരിനെ ഡൽഹി നായർ എന്ന് വിശേഷിപ്പിച്ച സുകുമാരൻ നായർ പിന്നീട് മന്നം ജയന്തിയിൽ തന്നെയാണ്, മന്നം പരിപാടിയിൽ തന്നെയാണ് മുൻപ് തരൂരിനെ ക്ഷണിച്ചതും താൻ തെറ്റ് തിരുത്തുകയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതും. അദ്ദേഹം ആഗോള പ്രതിഭയാണ് എന്നാണ് അന്ന് പ്രതികരിച്ചത്. ഇന്നിപ്പോൾ മന്നം ജയന്തിയിൽ ക്ഷണിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. നേരത്തെ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിച്ച NSS നേതൃത്വം അതിൽ ശക്തമായ പ്രതികരണങ്ങൾ പരസ്യമായി നടത്തിയത് ഒരു തരത്തിൽ രമേശ് ചെന്നിത്തലയെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു. അന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണ്, തൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസ് തകർക്കാൻ വേണ്ടി നടക്കുന്ന ഗൂഢശ്രമം എന്ന വാചകമാണ് അന്ന് രമേശ് ചെന്നിത്തല ഉപയോഗിച്ചത്. അതിനുശേഷം ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടായ അകൽച്ച, ആ അകൽച്ചയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 1 വർഷമുണ്ട്. പക്ഷേ NSSന് പ്രിയപ്പെട്ട ആളായി ചെന്നിത്തല മാറുമ്പോൾ NSS പതിവ് പോലെ പേരുകൾ നിർദ്ദേശിക്കുന്നു, രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലേക്ക് നീങ്ങുന്നു. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. അതുപോലെ ചെന്നിത്തലയുടെ പേര് NSS ഉന്നയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നേരത്തെ SNDP